തീർച്ചയായിട്ടും നമ്മൾ കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായി. കോൺഗ്രസ് ഒരു ഘടകകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഏകദേശം 3 സീറ്റുകളോളം ഉണ്ടായിട്ടും ഡെപ്യൂട്ടി മേയർ എന്ന് പറയുന്ന ഡിമാൻഡ് ഒരു ടേമിലേക്ക് അനുവദിച്ചു കൊടുക്കുകയും ആ യു ഡി എഫിൻ്റെ കെട്ടുറപ്പ് ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അതിലും സമാന സാഹചര്യമാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുമായിട്ട് നിലവിലുള്ളത്. കഴിഞ്ഞ 10 വർഷം കോൺഗ്രസ്സിന് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അംഗങ്ങളുണ്ടായിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥിതിവിശേഷം ആകെ മാറിയിട്ടുണ്ട്. ഏകദേശം 2 അംഗങ്ങൾ 39 അംഗ മുനിസിപ്പാലിറ്റിയിൽ 22 അംഗങ്ങൾ ലീഗിൻ്റെതും 2 അംഗങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടേതുമാണ്. ഈ 2 അംഗങ്ങളെ തിരഞ്ഞെടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ DCCക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് ചെയർമാൻ സ്ഥാനം നേടിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് അറിയാൻ സാധിച്ചത് ലീഗ് വൈസ് ചെയർമാൻ സ്ഥാനം നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. തീർത്തും നിരാശാജനകമാണ്. എന്നതിലുപരി ഒരു എല്ലാ വിഭാഗങ്ങളുടെയും ഒരു പ്രാതിനിധ്യം ഉറപ്പുവരുത്തുവാനും കൂടി കോൺഗ്രസ്സിന് ഈ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം തരുന്നതിലൂടെ ഉറപ്പുവരുത്താൻ സാധിക്കുമായിരുന്നു എന്നുള്ള വസ്തുതയും കൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. എന്താണ് ലീഗ് നേതൃത്വം അറിയിച്ചത്? തീർച്ചയായിട്ടും വൈസ് ചെയർമാൻ സ്ഥാനം വിട്ടു നൽകാൻ തയ്യാറല്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് UDF ലൈസൻസ് കമ്മിറ്റിയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ഫോണിലൂടെ എന്നെ അറിയിച്ചത്. ഇന്ന കാരണമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. എന്നാലും പൂർണ്ണമായും കോൺഗ്രസ് പാർട്ടിക്ക് കാസർഗോഡിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലവും കൂടി കണക്കിലെടുക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ വൈസ് ചെയർമാൻ സ്ഥാനത്തിന് അർഹതയുണ്ട്. നമ്മുടെ മുൻപിൽ കൊച്ചി കോർപ്പറേഷൻ ഒരു മാതൃകയായി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ മുന്നണി മര്യാദ പാലിക്കപ്പെടുന്നില്ല എന്നാണോ? അല്ല, തീർച്ചയായിട്ടും നിരാശാജനകമാണ്. ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ നിരാശാജനകമാണ്. അത് സ്വയം ഓരോ ആൾക്കാരും വിലയിരുത്തപ്പെടേണ്ടതാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന സാമൂഹ്യമായ പ്രത്യാഘാതങ്ങളിൽ കൂടി പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ നിങ്ങളുടെ ഈ നിലപാട് സംസ്ഥാന നേതൃത്വത്തിൽ ഉൾപ്പെടെ അറിയിക്കും? തീർച്ചയായിട്ടും ബന്ധപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ നിരാശയും നമ്മുടെ നീരസവും നേതൃത്വത്തെ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സംസ്ഥാന നേതാക്കളെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ട്? അല്ല, പൂർണ്ണമായിട്ടും വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയെ ലീഗ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടായേക്കാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ നിലകൊള്ളുന്നത്. മറിച്ച് ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു സാമൂഹ്യ പ്രത്യാഘാതത്തെയും കൂടി വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ UDF യോഗത്തിലാണ്. UDF ജില്ലാ ലൈസൻസ് കമ്മിറ്റിയാണ്. സാധാരണയായിട്ട് മണ്ഡലം കമ്മിറ്റിക്ക് ഇതുപോലുള്ള ഒരു ബാർഗെയിനിങ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം രാഷ്ട്രീയപരമായ ഒരു ഘടനയിലില്ല. അത് ജില്ലാ UDF ലൈസൻസ് കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. ആ UDF ലൈസൻസ് കമ്മിറ്റിയിൽ മണ്ഡലം പ്രസിഡന്റ് അംഗമല്ല. DCC പ്രസിഡന്റും UDF കൺവീനറും UDF സെക്രട്ടറിയുമാണ് പങ്കെടുക്കാറ്. അവരെ ഇൻ റൈറ്റിങ്ങിൽ തന്നെ മണ്ഡലം കമ്മിറ്റി മുൻകൂട്ടി ഇങ്ങനെയൊരു ക്ലെയിം വേണമെന്നുള്ള ആവശ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ അറിയിപ്പ് എന്ന് പറയുന്നത് അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ ഇതുവരെ തന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നാളെ ഏതൊക്കെ നടക്കാൻ പോവാണ്? ഏതെങ്കിലും രീതിയിൽ തീർച്ചയായിട്ടും മാറി നിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ജനാധിപത്യപരമായ രീതിയിൽ ഒരു കാരണവശാലും UDFൻ്റെ കെട്ടുറപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു തീരുമാനത്തിനും കോൺഗ്രസ് തയ്യാറല്ല. ജനാധിപത്യമായിട്ടുള്ള രീതിയിൽ എവിടെയൊക്കെ ഈ നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ പറ്റും അത്തരം പ്ലാറ്റ്ഫോമുകളിൽ മാത്രം നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായിരിക്കും. കാരണം BJPക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാതിരിക്കണമെങ്കിൽ ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു പോളിസി കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഇംപ്ലിമെൻ്റഡായിരുന്നു. അത് നടക്കുന്നില്ല എന്നുള്ളത് വ്യക്തിപരമായിട്ട് വളരെയധികം നിരാശയുണ്ട്. കോൺഗ്രസിൽ 2 വനിതകളാണ്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വനിതയായിരിക്കാം. അല്ല, നമ്മുടെ ഒരു പുതിയൊരു കാലഘട്ടം എന്ന് പറയുന്നത് വനിതകളുടെ കാലഘട്ടമാണ്. നമ്മൾക്കൊരു 2 വനിതകൾ നഗരസഭയെ നയിക്കാൻ വരിക എന്നുള്ളത് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു മൊമെൻ്റായിട്ടാണ് കണക്കാക്കുന്നത്.